ഫ്ലേവറൊക്കെ ഉള്ള ബിസ്ക്കറ്റാണ് ഈ കുറച്ചുകൂടി നന്നായിരിക്കും. ഇതേ ഹൈഡ് ആൻഡ് സിക്കിൻ്റെ താണ്ട് 5-6 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാണ്. നമ്മൾ കൂടുതൽ ചേർത്താൽ അത് വേറെ ടേസ്റ്റ് ആയിപ്പം. അപ്പോൾ കുറഞ്ഞ അളവിൽ തന്നെ ചേർക്കുക. അപ്പോൾ 2 ഗ്ലാസ്സിന് ഞാനിപ്പോൾ ഒരു 6 ബിസ്ക്കറ്റോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5-6 ബദാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും ചേർത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് ബിസ്ക്കറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് നല്ലതുപോലെ പൊടിഞ്ഞു വരട്ടെ. അതുപോലെ തന്നെയാണ് നമ്മുടെ ബദാമും ഒന്ന് പൊടിഞ്ഞു വരട്ടെ. അങ്ങനെ ഞാൻ രണ്ടും കൂടി ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ബദാം കുറച്ചൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ പീസായി കിടപ്പുണ്ട്, അത് സാരമില്ല. അപ്പോൾ ഇതുപോലെ ആക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് നല്ല തണുത്ത കട്ടി ഉള്ള പാല് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. 2 ഗ്ലാസ് പാലാണ് ഞാൻ ഒന്ന് കട്ട പിടിപ്പിച്ചെടുത്തത്, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. 2 ഗ്ലാസിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഞാനിപ്പോൾ കാണിച്ചത്. 2 ഗ്ലാസ്സിന് 6 ബിസ്ക്കറ്റ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് മധുരത്തിന് കുറച്ച് ഈത്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുവൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന ഈത്തപ്പഴമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈത്തപ്പഴത്തിന്